നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോട്ടയത്തെ ദമ്പതികളെ കോടാലിക്ക് തലയോട്ടി പിളർത്തി കൊന്നത് മകന്റെ കൊലയാളികളോ? അതിക്രൂര കൊല നടത്തിയ ശേഷം വസ്ത്രങ്ങൾ വലിച്ചു കീറിയെടുത്ത് മൃതദേഹങ്ങളോടും ക്രൂരത കാണിച്ചത് കടുത്ത പകയുണ്ടെന്ന് തെളിയിക്കാൻ. ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും കൊലപാതകത്തിൽ വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്നിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി എന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നതും. എന്നാൽ ഈ കേസിൽ മറ്റൊരു ടേണിംഗ് പോയിന്റ് കൂടിയുണ്ട്. ദമ്പതികളുടെ മകൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വിജയകുമാർ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ CBI അന്വേഷണം കോടതി ഉത്തരവിട്ടിരുന്നു. CBI അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇരട്ട കൊലപാതകം നടന്നിരിക്കുന്നത്. പിന്നിൽ അന്യസംസ്ഥാന തൊഴിലാളിയോ അതോ മകന്റെ കൊലയാളികളോ? പോലീസ് വിശദ അന്വേഷണം നടത്തണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മകൻ ഗൗതം വിജയകുമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നത് 2017-ലാണ്. പോലീസ് വെറുമൊരു ആത്മഹത്യയായി എഴുതിത്തള്ളിയ കേസിൽ ആ അച്ഛൻ നിയമ പോരാട്ടം തുടർന്നു. ഒടുവിൽ 2025 ഫെബ്രുവരി 19 ഹൈക്കോടതി നിർണായക ഉത്തരവിട്ടു. CBI അന്വേഷിക്കണമെന്നായിരുന്നു അത്. അങ്ങനെ മാർച്ച് 21 CBI FIR ഇട്ടു. കേസ് അന്വേഷണം സജീവമാക്കാൻ CBI എത്തുമ്പോൾ പരാതിക്കാരനും ഭാര്യയും മരിച്ചു. നാടിനെ നടുക്കുന്ന ഇരട്ടക്കൊലയാണ് കോട്ടയത്ത് തിരുവാതുക്കലിൽ സംഭവിച്ചിരിക്കുന്നത്. 2017 ജൂണിൽ കോട്ടയത്ത് റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തിയ 28 വയസ്സുള്ള യുവാവിന്റെ സംശയാസ്പദമായ മരണത്തിൽ ദുരൂഹതകളേറെയായിരുന്നു. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ബിസിനസ് നടത്തിയിരുന്ന കോട്ടയം വേളൂർ സ്വദേശിയായ ഗൗതം വിജയകുമാറിന്റെ മരണത്തിൽ ഇന്നും വ്യക്തതകൾ വന്നിട്ടില്ല. 2017 ജൂൺ 2 വൈകുന്നേരം 7:15 TK വിജയകുമാറിന്റെ ഏക മകൻ ഗൗതം KL 5 AP 6465 എന്ന മാരുതി സുസുക്കി ബർസ കാറിലാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. കോട്ടയം പുളിമൂട്ടിൽ ജംഗ്ഷനിലുള്ള പ്രശോഭിനെ കാണാനായിരുന്നു യാത്ര. അമ്മയെ മൊബൈലിൽ വിളിച്ച് 8 മണി കഴിഞ്ഞതോടെയാണ് തിരിച്ച് വരിക എന്ന് പറയുകയും ചെയ്തു. കാത്തിരുന്ന് മടുത്തതോടെ അടുത്ത ദിവസം പുലർച്ചെ തന്നെ പോലീസിൽ വിജയകുമാർ പരാതിയും നൽകി. 8 മണിയോടെ തന്റെ കടയിൽ നിന്നും ഗൗതം മടങ്ങിയെന്ന് പ്രശോഭ് അറിയിച്ചുവെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് കോട്ടയത്തെ കാരിത്താസ് ആശുപത്രിക്ക് സമീപമുള്ള ഒറ്റക്കപ്പിൽമാവ് റെയിൽവേ ഗേറ്റിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിന് സമീപം ഗൗതമിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ലെവൽ ക്രോസിംഗിന് സമീപം ഏകദേശം 240 മീറ്റർ അകലെ പാർക്ക് ചെയ്ത നിലയിൽ കാറും കണ്ടെത്തി. സീറ്റുകൾ മുഴുവൻ രക്തക്കറ നിറഞ്ഞിരുന്നു. പിൻസീറ്റിൽ നിന്ന് ഒരു കത്തി കണ്ടെടുത്തു. ഈ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നിട്ടും ലോക്കൽ പോലീസ് കേസ് ആത്മഹത്യയാണെന്ന നിഗമനത്തിലെത്തി. ബോക്സ് കട്ടിങ്ങിന് ഉപയോഗിച്ച കത്തി ഉപയോഗിച്ചുണ്ടാക്കിയതായിരുന്നു മുറിവുകൾ. ഈ മുറിവുകളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടവും സ്ഥിരീകരിച്ചു. എന്നാൽ ഗൗതമിന് ഒരു അസുഖമുണ്ടായിരുന്നുവെന്നും അതിന്റെ മാനസിക വിഷമത്തിൽ ആത്മഹത്യ ചെയ്തതാണെന്നും പോലീസ് നിഗമനത്തിലെത്തി. എന്നാൽ തന്റെ മകനെ ചിലർ കൊന്നതാണ് എന്ന് വിജയകുമാർ ഉറച്ചു വിശ്വസിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയത്. ശരീരം സ്വയം മുറിവേൽപ്പിച്ച് ട്രെയിനിന് മുൻപിൽ ചാടിയെന്ന പോലീസ് റിപ്പോർട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് കൗസർ എടവകത്തിൻ്റെതായിരുന്നു വിധി. അതായത് കാറിൻ്റെ മുൻ സീറ്റിലായിരുന്നു ചോരക്കറ ഉണ്ടായിരുന്നത്. പിന്നിൽ നിന്നാണ് കത്തി കണ്ടെത്തുന്നത്. അതായത് പിൻ സീറ്റിലുണ്ടായിരുന്ന ആരോ മകനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു വിജയകുമാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴുത്തിലും നെഞ്ചിലുമേറ്റ ആഴത്തിലുള്ള മുറിവിനെക്കുറിച്ച് ഹൈക്കോടതി വിധിയിൽ വ്യക്തമായ പരാമർശങ്ങളുണ്ടായിരുന്നു. അതായത് കഴുത്ത് മുറിഞ്ഞ നിലയിലായിരുന്നു. ഈ 2 മുറിവുകളാണ് മരണകാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കോടതി എടുത്തു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന നിഗമനത്തിൽ ഹൈക്കോടതി എത്തുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഗൗതമിന്റെ മാതാപിതാക്കൾ മകന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അന്വേഷണം ഏറ്റെടുക്കാൻ CBI ആദ്യം എതിർത്തെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച കോടതി കേസ് CBI അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടു. അസ്വാഭാവിക മരണങ്ങളുമായി ബന്ധപ്പെട്ട CRPC സെക്ഷൻ 174 പ്രകാരമാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 21-നാണ് CBI കേസ് ഏറ്റെടുക്കുന്നത്. CBIയുടെ തിരുവനന്തപുരം സ്പെഷ്യൽ ക്രൈംബ്രാഞ്ച് യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. മൊഴിയെടുക്കലിലേക്ക് കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് വിജയകുമാറും ഭാര്യയും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്.
ഹൈക്കോടതി വിധി പരിശോധിച്ചാൽ വലിയ അട്ടിമറി ഗൗതമിന്റെ മരണക്കേസിൽ ഉണ്ടായി എന്ന് വ്യക്തമാണ്. CBI കൂടി ഗൗതമിന്റെ അന്വേഷണത്തിൽ എത്തിയതോടെ ചിലർക്ക് ഭയം തുടങ്ങിയോ? അവരാണോ ഇപ്പോൾ ഗൗതമിന്റെ മാതാപിതാക്കളെയും കൊന്നത് എന്നുള്ള ചോദ്യം ബന്ധുക്കൾ തന്നെ സംശയമായി പ്രകടിപ്പിക്കുന്നുണ്ട്. വിജയകുമാർ, മീര എന്നിവരെ വീട്ടിലെ ജോലിക്കാരി രാവിലെ എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുകൾ ഉണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കോട്ടയം DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കും. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പ്രതികരിച്ചു. അതായത് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയവും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഉടമയാണ്. പ്രമുഖ വ്യവസായി കൂടിയാണ് ഈ മരിച്ച വിജയകുമാർ. ജോലിക്കാരി നൽകിയ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കേസിൽ അസം സ്വദേശിയായ അമിത് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ നേരത്തെ വിജയകുമാറിന്റെ വീട്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നുവെന്ന് വിവരങ്ങളുണ്ട്. അന്ന് വീട്ടിൽ നിന്ന് ഫോൺ മോഷ്ടിച്ചതിന് അമിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അടുത്ത കാലത്താണ് ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇതിന്റെ വൈരാഗ്യത്തിലാണോ കൊല നടത്തിയത് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ആ വഴിക്ക് അന്വേഷണവും നടക്കുന്നുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇയാൾ അടുത്തിടെ വീട്ടിലെത്തി വിജയകുമാറുമായി വാക്കുതർക്കമുണ്ടായി എന്നും വിവരങ്ങളുണ്ട്. വീടിന് ചുറ്റുമുള്ള CCTV ക്യാമറകളും ഹാർഡ് ഡിസ്കും മോഷണം പോയിട്ടുണ്ട്. ക്രൂര കൊലപാതകത്തിന് മുൻപ് അമിത് CCTV ക്യാമറകളും ഹാർഡ് ഡിസ്കും മോഷ്ടിച്ചുവെന്നാണ് കരുതുന്നത്. വീട്ടിലെ ഹാളിലാണ് വിജയകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മീരയുടെ മൃതദേഹം കിടപ്പുമുറിയിലായിരുന്നു. ചോരയിൽ കുളിച്ച് മുഖം വികൃതമാക്കി നഗ്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. വിജയകുമാറിന്റെ തലയ്ക്കാണ് ഗുരുതരമായ പരിക്കേറ്റത്. വീട്ടിലെ വാതിലിന് സമീപത്ത് നിന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു കോടാലിയും അമ്മിക്കല്ലും കണ്ടെടുത്തിട്ടുണ്ട്. വീട്ടിൽ വളർത്തുനായ ഉണ്ടെങ്കിലും ഇവ കുരച്ചിട്ടില്ലെന്നും ഇതുവരെ നായയ്ക്ക് അനക്കമില്ലെന്നും നാട്ടുകാർ പറയുന്നു. വീട്ടിലെ വാതിലിലോ മറ്റോ ബലപ്രയോഗം നടന്നതിന്റെ പാടുകളില്ല എന്ന് സ്ഥലം സന്ദർശിച്ച മുൻ വാർഡ് കൗൺസിലർ ടിറ്റോ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തോ ശബ്ദം കേട്ട് വിജയകുമാർ വാതിൽ തുറന്നിരിക്കാനാണ് സാധ്യത. അമ്മിക്കല്ലും കോടാലിയും നിലത്തുണ്ടായിരുന്നു. വീടുമായി അടുപ്പമുള്ളയാളാണ് കൃത്യം നടത്തിയതെന്ന് സംശയിക്കുന്നതായി സ്ഥലം സന്ദർശിച്ച ശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. വീട്ടിലേക്ക് പ്രതി കയറിയപ്പോൾ പട്ടി കുരച്ചിട്ടില്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വീടുമായി അത്രയ്ക്ക് അടുപ്പമുള്ള ആളോ വീടിനെപ്പറ്റി നന്നായി അറിയാവുന്ന ആളോ ആയിരിക്കാനാണ് സാധ്യതയെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു ദുരൂഹതയാണ് കോട്ടയത്തെ ദമ്പതികളുടെ കൊലപാതകത്തിൽ നടന്നിരിക്കുന്നത്. ഈ അസം സ്വദേശി തന്നെയാണോ പ്രതി, അതോ മകൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടവർ ആണോ ഇതിന് പിന്നിൽ? അത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. ബന്ധുക്കളും മകൻ്റെ മരണത്തിലെ ദുരൂഹതയും അതും ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പോലീസ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.